പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു നല്ല പകലിൽ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ പകലിലും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. മരിച്ചവരും മൗനരായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ ഇരു കരങ്ങളും ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ പകൽക്കാല് കല്ലിൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് ആമേൻ വിടുവിച്ചെങ്കിൽ ഹല്ലേലൂയ. നിന്റെ തലമുറകളായിരുന്നെടുത്ത്, നിന്റെ കൂടപ്പറപ്പായിരുന്നെടുത്ത്, നിന്റെ ജീവിത പങ്കാളി ആയിരുന്നെടുത്ത്, നിന്റെ മാതാപിതാക്കളായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്ന് ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്തെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലെ വിവിധ ജില്ലകളിൽ, ലോക രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ യേശു കർത്താവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ആമേൻ കൂടി വരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേൻ. നമ്മെ ഇപ്രകാരം വിളിച്ചു കൂട്ടിയത് മനുഷ്യനല്ല, ജീവനുള്ള ദൈവമാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാനാണ് ദൈവം നിങ്ങളെ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് പീഡനം സഭയെ തകർത്തില്ല, മറിച്ച് സുവിശേഷം കൂടുതൽ വ്യാപിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ തലമുറ ഉയർന്നു. ഇന്നും അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം തുറക്കൂ, നിങ്ങളുടെ കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കൂ. ഈ ലൈവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇപ്പോൾ നമുക്കെല്ലാ ഭാരങ്ങളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ച് ഹൃദയം തുറന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, തീ പകരണമേ, എൻ ഹൃദയം പുതുക്കണമേ. യേശുവിൻ സ്നേഹം വെളിപ്പെടുത്തി എൻ ജീവിതം നടത്തണമേ. പീഡനത്തിൽ ഞാൻ തളരുകയില്ല, കൃപയാൽ ഞാൻ നിലനിൽക്കും. ക്രിസ്തുവിൻ സാക്ഷിയായി ലോകത്തിൽ വിശ്വാസത്തോടെ നടന്നിടും. എൻ വീടിനെ ഉണർത്തണമേ, എൻ സഭയെ നിറയ്ക്കണമേ. പുതിയ തലമുറ എഴുന്നേൽക്കാൻ അഭിഷേകം ചെയ്യണമേ. അഭിഷേക മഴ ചെയ്യണമേ. യേശുവേ, നീ എൻ ജീവൻ, നീ എൻ നിത്യപ്രത്യാശ. മനോഹരമായ ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
കരങ്ങളെ തട്ടി പരിശുദ്ധാത്മാവേ തീ പകരണമേ. പരിശുദ്ധാത്മാവേ തീ പകരണമേ, എൻ ഹൃദയം പുതുക്കണമേ. യേശുവിൻ സ്നേഹം വെളിപ്പെടുത്തി എൻ ജീവിതം നടത്തണമേ. പീഡനത്തിൽ ഞാൻ തളരുകയില്ല, കൃപയാൽ ഞാൻ നിലനിൽക്കും. ക്രിസ്തുവിൻ സാക്ഷിയായി ലോകത്തിൽ വിശ്വാസത്തോടെ നടന്നിടും. എൻ വീടിനെ ഉണർത്തണമേ, എൻ സഭയെ നിറയ്ക്കണമേ. പുതിയ തലമുറ എഴുന്നേൽക്കാൻ അഭിഷേകമഴ പെയ്യണമേ. യേശുവേ നീ ജീവൻ, നീയേ എൻ നിത്യ പ്രത്യാശ. കരങ്ങളടിച്ച് നന്ദിയോട് ചേർത്ത് പാടി കർത്താവിനെ ആരാധിക്കാം. Glory to God, Jesus. Hallelujah. Thank you, Lord. പളുരതുമീറുത്തെ ശബ്ദമികം തിരുവമ്മാടനും തവരിലും. പളുരതുമേറുത്തെ ശബ്ദമികം തിരുവമ്മാടനും തവരിലും. വദരകൾ ആലയുമീരിക്കണെന്റെ മൈരിനിലാത്തുമേ നീരിക്കണെന്റെ. പുതിയ തലമുറ എഴുന്നേൽക്കാൻ അഭിഷേകമഴ പെയ്യണമേ. യേശുവേ നീയേ എൻ ജീവൻ, നീയേ എൻ നിത്യ പ്രത്യാശ. Amen. Hallelujah. Thank you, Lord Jesus. Amen. Glory to God. Amen. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇപ്രകാരം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താകാം. ഹല്ലേലൂയ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 15/7/2026 ബുധനാഴ്ച രാത്രി 2026 196 ദിവസം. ആമേൻ. നാം ഒരു ഉണർവിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തുടർമാനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ 11ാമത്തെ ദിവസമാണ്. ആമേൻ. ഇന്ന് രാത്രി നാം അപ്പോസ്തല പ്രവൃത്തി 11ാം അധ്യായം ആമേൻ ചിന്തിക്കുന്നത്.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഒരു പുതിയ തലമുറ ഉയർന്നു വരും. ആമേൻ. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ചിന്തയ്ക്ക് ആധാരമായി ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായമാണ്. അതിൻ്റെ 1 മുതൽ ആമേൻ 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യം. 19, 20, 21 3 വാക്യം. 11-ാം അധ്യായത്തിൻ്റെ ആമേൻ 19, 20, 21 വാക്യം ആമേൻ വായിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നാം വായിക്കപ്പെട്ട തിരുവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 19, 20, 21 വാക്യമാണ്. അവിടെ സഭ പീഡനത്തിലൂടെ, പീഡനം സുവിശേഷത്തെ തടഞ്ഞില്ല, അത് കൂടുതൽ വ്യാപിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ രാത്രിയിൽ നാം കൊർന്നല്യോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് കണ്ടു. ഹല്ലേലൂയ. ആമേൻ. കൊർന്നല്യോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ആമേൻ ഇറങ്ങി വന്നത് നാം കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ കൊതിക്കുന്നവർ ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ ആത്മാവിന്റെ പകർച്ചയെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ദൈവം നമ്മെ മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനത്തെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല. മനുഷ്യൻ സഭയെ തകർക്കാൻ ശ്രമിച്ചു, വിശ്വാസികളെ ഭീഷണിപ്പെടുത്തി, പലരെയും അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ സംഭവിച്ചത് എന്തായിരുന്നു? സഭ ഇല്ലാതായില്ല, സഭ കൂടുതൽ വ്യാപിച്ചു. ദൈവം വേദനയെ ദൗത്യമായി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയരെ, സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം വിശ്വാസികൾ ആമേൻ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ നാം ചിന്തിച്ചതാണ്, നാം ധ്യാനിച്ചതാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ കണ്ണിൽ അതൊരു ദുരന്തമായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ അതൊരു പുതിയ തുടക്കമായിരുന്നു. ഹല്ലേലൂയ. അവർ എവിടെ എത്തിയാലും ആമേൻ ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ. എന്താ ചെയ്തതെന്നറിയാമോ? അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവർ സ്വന്തം ദുഃഖം പറഞ്ഞില്ല, അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ അവർ പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ. സ്വന്തം നഷ്ടങ്ങൾ അവർ പറഞ്ഞില്ല, അവർ യേശുവിനെ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സിലാകും, അത് നമ്മെ തകർക്കാനല്ല, നമ്മിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിരുന്നു. ഇന്ന് രാത്രി അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആമേൻ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ മഹത്വത്തിലേക്ക് നയിക്കുന്നതായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, ചിതറിപ്പോയ വിത്ത് കൂടുതൽ ഫലം കായ്ക്കും. ആമേൻ. ഒരു കർഷകൻ
വിത്ത് ഒരു ചാക്കിൽ സൂക്ഷിച്ചാൽ അത് വളരുകയില്ല. ആമേൻ. പക്ഷെ അത് പല സ്ഥലങ്ങളിൽ വിതറിയാൽ വിളവുണ്ടാകും. അതുപോലെ ആമേൻ, വിശ്വാസികൾ ചിതറിപ്പോയപ്പോൾ സുവിശേഷത്തിന്റെ വിത്ത് പല നഗരങ്ങളിലേക്ക് എത്തി. ആമേൻ. ഇന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും അന്നത്തെ വിശ്വാസികളുടെ വിശ്വസ്തയുടെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. പരീക്ഷണങ്ങളെ പുതിയ കണ്ണുകളിലൂടെ കാണുക. ആമേൻ. നിങ്ങൾ ഇന്ന് ആമേൻ ഒരു പ്രയാസത്തിലൂടെ ആണോ കടന്നു പോകുന്നത്? ആമേൻ. ഒരു നഷ്ടം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു വാതിൽ അടഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ നിരാശനാണോ? ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഒരു വാതിൽ അടയാൻ അനുവദിച്ചാൽ അവൻ മറ്റൊരു വാതിൽ അവൻ തുറക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹല്ലേലൂയ. പ്രിയരെ, സ്തെഫാനോസിന്റെ മരണം സഭയുടെ അവസാനമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു വലിയ ഉണർവിന്റെ തുടക്കമായി. ആമേൻ. യേശുവിനെ ആമേൻ പറയുന്ന ജീവിതം. ഹല്ലേലൂയ. യേശുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം, യേശുവിനെ പ്രസംഗിക്കുന്ന ജീവിതം. ഹല്ലേലൂയ. വചനം പറയുന്നു, അവർ എവിടെ എത്തിയാലും കർത്താവായ യേശുവിനെ ആമേൻ ഉയർത്തി കാട്ടും. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അവരൊരു സംഘടനയെ പ്രസംഗിച്ചില്ല, ഒരു മനുഷ്യനെ മഹത്വപ്പെടുത്തിയില്ല. അവർ പ്രസംഗിച്ചത് യേശുവിനെ മാത്രം. ഹല്ലേലൂയ. ഇന്നും ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യം പുതിയ ആശയങ്ങളല്ല, ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലും ജോലി സ്ഥലത്തും സമൂഹത്തിലും നമ്മുടെ ജീവിതം യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീർ വെറുതെ ആകില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ പരീക്ഷണം അവസാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വേദനയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കൂ. അവൻ കണ്ണുനീരിനെ സാക്ഷ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മുറിവുകളെ ശുശ്രൂഷയാക്കുന്ന ദൈവമാണ്. അവൻ പരാജയത്തെ സാക്ഷ്യമാക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ മാത്രമല്ല, നിങ്ങളിലൂടെ അനേകരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ സത്യം ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. ദൈവത്തിന്റെ പുതിയ പദ്ധതിയെ ഒരു പരീക്ഷണത്തിനും തടയാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ അതേ പദ്ധതിയെ ഒരു പരീക്ഷണത്തിനും തടയാൻ കഴിയില്ല. ദൈവത്തിന്റെ ദൗത്യത്തെ ഒരു പീഡനത്തിനും ആമേൻ നിർത്താൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് പുതിയ ജീവനും പുതിയ പ്രത്യാശയും പുതിയ തലമുറയും ഉയർന്നു വരും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ അന്ത്യോക്യയിലെ ഉണർവ് ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മത്തായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഒരു ചെറിയ സംഘം, ഒരു വലിയ ഉണർവ്. ആമേൻ. ഒരു ചെറിയ സംഘത്തിലൂടെ ഒരു വലിയ ഉണർവുണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പീഡനത്തെ തുടർന്ന് ചിതറിപ്പോയ വിശ്വാസികൾ അന്ത്യോക്യയിലെത്തി. ഹല്ലേലൂയ. അവർ വലിയ പ്രാസംഗികരായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സാധാരണ വിശ്വാസികളായിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഒരു തീ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ തീയായിരുന്നു. ഹല്ലേലൂയ. അവർ എവിടെ എത്തിയാലും
ഒരേ ഒരു സന്ദേശം പ്രസംഗിച്ചു. ഹല്ലേലൂയ, യേശു ക്രിസ്തുവാണ് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വചനം പറയുന്നു, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അനേകർ വിശ്വസിച്ച കർത്താവിലേക്ക് തിരിഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി നാം ശ്രദ്ധിക്കേണ്ടത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അവരുടെ പ്രശസ്തി കൊണ്ടല്ല, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ അനുഗ്രഹം പണമല്ല, സ്ഥാനമല്ല, പ്രശസ്തിയല്ല, കർത്താവിന്റെ കൈ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. ആമേൻ. അസാധ്യങ്ങൾ സാധ്യമാകും. ഹല്ലേലൂയ. ഭയമുള്ളിടത്ത് ധൈര്യം വരും. ആമേൻ. ഇരുളുള്ളിടത്ത് വെളിച്ചമുദിക്കും. അനേകർ കർത്താവിലേക്ക് തിരിഞ്ഞ്, ഹല്ലേലൂയ, അവർ സഭയിലേക്കല്ല ആദ്യം ആളുകളെ കൊണ്ടുവന്നത് കർത്താവിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇന്നത്തെ ആമേൻ സഭയ്ക്കുള്ള വലിയ ഒരു പാഠമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഹല്ലേലൂയ. നാം മനുഷ്യരിലേക്കല്ല ക്രിസ്തുവിലേക്കാണ് ആളുകളെ നയിക്കേണ്ടത്. ഹല്ലേലൂയ. യേശുവാണ് രക്ഷ, യേശുവാണ് സമാധാനം, യേശുവാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ബർന്നബാസിന്റെ ഹൃദയം, ഹല്ലേലൂയ, ഈ വാർത്ത ആമേൻ യെരൂശലേം സഭ കേട്ടപ്പോൾ ആമേൻ അവർ ബർന്നബാസിനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ബർന്നബാസ് അന്ത്യോക്യയിൽ എത്തിയപ്പോൾ ആമേൻ അവൻ അസൂയപ്പെട്ടില്ല, അവൻ വിമർശിച്ചില്ല. ആമേൻ. വചനം പറയുന്നു, ദൈവകൃപ കണ്ടിട്ട് സന്തോഷിച്ചു. പ്രിയരെ, ഇതാണ് ഒരു യഥാർത്ഥ ദൈവദാസന്റെ ഹൃദയം. ബർന്നബാസിന്റെ ഹൃദയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവണ്ണമാണ്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് മത്സരമല്ല, ഐക്യമാണ്. ശൗലിനെ അന്വേഷിച്ച ബർന്നബാസ് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ശുശ്രൂഷ വളരണമെങ്കിൽ ശൗൽ ഇവിടെ വേണം. ഹല്ലേലൂയ. അവൻ തർസോസിൽ പോയി ശൗലിനെ അന്വേഷിച്ച് കണ്ടെത്തി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. ദൈവരാജ്യത്തിൽ നാം ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടവരല്ല, പരസ്പരം ഉയർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഒരാളുടെ ദൈവവിളി മറ്റൊരാൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ കൈയുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ അവന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ വാക്കുകളിലും ആമേൻ സ്വഭാവത്തിലും സ്നേഹത്തിലും യേശു ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ, എന്റെ കഴിവല്ല, അങ്ങയുടെ കൈ എന്റെ ജീവിതത്തിന്മേൽ ഇരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ കൈ ഉള്ളിടത്ത് ഉണർവുണ്ടാകും. കർത്താവിന്റെ കൈ ഉള്ളിടത്ത് ആത്മാക്കൾ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ കൈ ഉള്ളിടത്ത് സഭ വളരും. കർത്താവിന്റെ കൈ ഉള്ളിടത്ത് ഒരു പുതിയ തലമുറ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കും. അതുകൊണ്ട് കർത്താവിന്റെ കൈ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അകലാതിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന പേര് മാത്രമല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിക്കാൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനി എന്ന പേര് മാത്രം പോരാ, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാകണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ത്യോക്യയിൽ ഒരു പുതിയ സഭ മാത്രം രൂപപ്പെട്ടില്ല, ഒരു പുതിയ ജീവിത ശൈലി ലോകം കണ്ടു. ബർന്നബാസും ശൗലും ഒരു വർഷം മുഴുവൻ അവിടെ
ജനങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവർ ആളുകളെ കൂട്ടാൻ ശ്രമിച്ചില്ല, വലിയൊരു ജനക്കൂട്ടം കൂട്ടാൻ ശ്രമിച്ചില്ല. ആമേൻ. അവർ ശിഷ്യന്മാരെ ഉരുവാക്കുവാൻ ശ്രമിച്ചു, ശിഷ്യന്മാരെ വളർത്തുവാൻ ആമേൻ ശ്രമിച്ചു. കാരണം യേശു പറഞ്ഞത് എന്റെ ശിഷ്യരാക്കുമെന്നായിരുന്നു. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ദൗത്യം ഇത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്ന് ആദ്യം വിളിക്കപ്പെട്ടത് എന്തുകൊണ്ട്? വചനം പറയുന്നു, അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അവർ സ്വയം ആ പേര് സ്വീകരിച്ചതല്ല, ജനങ്ങളാണ് അവരെ അങ്ങനെ വിളിച്ചത്. എന്തുകൊണ്ട്? അവരുടെ സംസാരത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, അവരുടെ സ്നേഹത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, അവരുടെ വിശുദ്ധിയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, അവരുടെ ക്ഷമയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവർ ക്രിസ്തുവിന്റെ ആളുകളാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതം എന്താണ് പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മെ കണ്ടാൽ ആളുകൾ എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതം യേശുവിനെ കാണിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം ക്രിസ്തുവിന്റെ സമാധാനം വെളിപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ യേശുവിനോട് അടുപ്പിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനി എന്നത് ഒരു മതത്തിന്റെ പേര് മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന അവസ്ഥയാണ്. പ്രിയരെ, ശിഷ്യത്വത്തിന്റെ വില ബർന്നബാസും ശൗലും ഒരു വർഷം മുഴുവൻ ആമേൻ ജനങ്ങളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. രൂപാന്തരം ഒരു രാത്രി കൊണ്ട് സംഭവിക്കില്ല. ദൈവവചനത്തിൽ വളരണം, പ്രാർത്ഥനയിൽ വളരണം, പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാൻ പഠിക്കണം. ഓരോ ദിവസവും യേശുവിനെ പോലെ ആകണം. ഇതാണ് ശിഷ്യത്വം. കരുണ നിറഞ്ഞ സഭ. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ അവസാനം അതേ പ്രവാചകനായ അഗബോസ് ക്ഷാമത്തെ കുറിച്ച് അതേ പ്രവചിച്ചു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസികൾ എന്ത് ചെയ്തു? ഓരോരുത്തരും തങ്ങൾക്ക് കഴിയുന്നത്ര സഹായം അയച്ചു. യഥാർത്ഥ ആത്മീയ ആരാധനയിൽ മാത്രം അവസാനിക്കില്ല, അത് കരുണയായി പുറത്തു വരും. വിശന്നവനെ കാണും, വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കും, കരയുന്നവനോടൊപ്പം കരയും. ഇതാണ് ക്രിസ്തുവിന്റെ ഹൃദയം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ, പ്രിയ മാതാവേ, പിതാവേ, ക്രിസ്ത്യാനി എന്ന പേരുണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് ഒരു ചോദ്യം ചോദിക്കൂ, എന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? സഭയിലെ അംഗത്വം രക്ഷ നൽകുകയില്ല, മതാചാരങ്ങൾ രക്ഷ നൽകുകയില്ല. യേശു ക്രിസ്തുവിനുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് രക്ഷ നൽകുന്നത്. ഈ രാത്രി അവനോട് നിങ്ങളുടെ ഹൃദയം തുറക്കൂ, അവനെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കൂ. അവൻ നിങ്ങളുടെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കും. ഹല്ലേലൂയ. പുതിയ തലമുറയോടുള്ള ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇടപെടൽ ഹല്ലേലൂയ അതേ ഉണ്ടാകുകയാണ്. പ്രിയ യുവജനങ്ങളെ, ഈ കാലഘട്ടത്തിന് വേണ്ടത് പ്രശസ്തരായ യുവാക്കളല്ല, പരിശുദ്ധരായ യുവാക്കളാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം അറിയപ്പെടുന്നവരല്ല, സ്വർഗത്തിൽ അറിയപ്പെടുന്നവരാണ്. നിങ്ങളുടെ ജീവിതം ആമേൻ ക്രിസ്തുവിനായി സമർപ്പിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രിയ ദൈവമക്കളെ, ഈ രാത്രി ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ഈ ലൈവ് കാണുന്ന അനേകരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കുന്നു. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വീണ്ടും ഉയരും, വചനത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ ആമേൻ തീ ജ്വലിപ്പിക്കും. നിങ്ങളുടെ മക്കളിൽ കർത്താവിനെ അന്വേഷിക്കും. നിങ്ങളുടെ കുടുംബം ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കും. തകർന്ന ബന്ധങ്ങൾ യോജിക്കും. അവിശ്വാസത്തിൽ നിന്നവർ വിശ്വാസത്തിലേക്ക് വരും. മനസാന്തരത്തിന്റെ കണ്ണുനീർ അനേകരുടെ കണ്ണുകളിൽ ഒഴുകും.
ഈ തലമുറയിൽ ക്രിസ്തുവിനെ ലജ്ജിക്കാതെ ആമേൻ ജീവിക്കുന്ന വിശ്വാസികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പേര് മാത്രമല്ല, ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സഭയിൽ പോകുന്നവരല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ഉയർന്നു വരട്ടെ. കുടുംബങ്ങൾ അന്തോക്യയിലെ സഭ പോലെ അനുഗ്രഹത്തിന്റെ കേന്ദ്രങ്ങളാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കൂ. ആമേൻ. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കൂ. ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തൂ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ ജീവിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയതിനായി നന്ദി. ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്ത് സഭയെ നയിച്ച അതേ പരിശുദ്ധ ആത്മാവ് ഈ രാത്രി ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭകളിലും ശക്തിയായി പ്രവർത്തിക്കണമേ. കർത്താവേ, പേര് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കാതെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ശിഷ്യന്മാരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതം യേശുവിന്റെ സുവിശേഷത്തിന് ജീവനുള്ള സാക്ഷിമായി മാറ്റണമേ. ഈ രാത്രി ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ചിലരുടെ കണ്ണുകളിൽ നിന്ന് ആത്മീയ അന്ധതയുടെ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ചിലരുടെ ഹൃദയങ്ങളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരാശ തകർന്നു വീഴുന്നു. പ്രാർത്ഥന നിലച്ച വീടുകളിൽ വീണ്ടും പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കുന്നു. കർത്താവേ, വഴിതെറ്റിപ്പോയ മക്കളെ അങ്ങയുടെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവരണമേ. അകന്നു പോയ ഭർത്താവും ഭാര്യയും വീണ്ടും സ്നേഹത്തിൽ ഒന്നിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ നിലവിളി അങ്ങ് കേൾക്കണമേ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യ ഹസ്തം നീട്ടണമേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പുതിയ വഴികളും പുതിയ വാതിലുകളും തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ തലമുറയിൽ വിശുദ്ധിയിൽ നടക്കുന്ന യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന യുവതലമുറയെ അഭിഷേകം ചെയ്യണമേ. ഈ ലൈവ് കാണുന്ന ഓരോ വീട്ടിലും സമാധാനം വിശുദ്ധിയും നിറയട്ടെ. ഇതുവരെ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിക്കാത്തവർ എന്ന് മാനസാന്തരത്തോടെ അങ്ങയുടെ അടുക്കലേക്ക് വരട്ടെ. പാപബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. കുറ്റബോധം കുരിശിൽ അവസാനിക്കട്ടെ. രക്ഷയുടെ സന്തോഷം അവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, അടഞ്ഞ ആത്മീയ വാതിലുകൾ തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ഇറങ്ങി വരുന്നു. ദൈവവിളി സ്വീകരിക്കുന്ന പുതിയ ശുശ്രൂഷക്കാർ ഉയർന്നു വരുന്നു. ഈ കുടുംബങ്ങളിൽ ക്രിസ്തുവിന്റെ വെളിച്ചം കൂടുതൽ പ്രകാശിക്കും. ഈ സഭയിൽ ഉണർവ് പടരും. ഹല്ലേലൂയ. ഈ തലമുറയിൽ യേശുവിനെ ലജ്ജിക്കാതെ സ്നേഹിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ആയിരങ്ങളായി ഉയർന്നു വരും. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ക്രിസ്തുവിന്റെ സൗരഭ്യം പരക്കട്ടെ. ഞങ്ങളുടെ അവസാന ശ്വാസം വരെ അങ്ങയോട് വിശ്വസ്തരായി ജീവിക്കുവാൻ കൃപ നൽകണമേ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അമ്മേ അമ്മേ. ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനവും അറിയിക്കുന്നു. അമ്മേ, ഇന്ന് തടസ്സങ്ങളൊന്നും കൂടാതെ കണ്ട്
ആമേൻ. നേരത്തെ നമുക്ക് കൂട്ടായ്മയിൽ കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ദൈവം അനുവദിച്ചാൽ രാവിലെ ആമേൻ 6:30 ആമേൻ 7 മണിക്കും ഇടയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കൂടി വരാം. എബെനേസറായി ദൈവമായ കർത്താവ് രാത്രി കൂടെ ഇരിക്കട്ടെ. ആമേൻ. നാം വായിച്ച, നാം ധ്യാനിച്ച, നാം കേട്ട തിരുവചന പ്രകാരം ആമേൻ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ, പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ. See you again. Hallelujah. പരിശുദ്ധാത്മാവേ, ദീപകരണമേ, എൻ ഹൃദയം പുതുക്കണമേ. യേശുവിൻ സ്നേഹം വെളിപ്പെടുത്തി എൻ ജീവിതം നടത്തണമേ. പീഡനത്തിൽ ഞാൻ തളരുകയില്ല, കൃപയാൽ ഞാൻ നിലനിൽക്കും. ക്രിസ്തുവിൻ സാക്ഷിയായി ലോകത്തിൽ വിശ്വാസത്തോടെ നടന്നിടും. എൻ വീടിനെ ഉണർത്തണമേ, എൻ സഭയെ നിറയ്ക്കണമേ. പുതിയ തലമുറ എഴുന്നേൽക്കാൻ അഭിഷേകമഴ പെയ്യണമേ. യേശുവേ, നീയേ എൻ ജീവൻ, നീയേ നിത്യപ്രത്യാശ.